നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് കിങ് സൈഡിലേക്കോ ക്യൂൻ സൈഡിലേക്കോ ക്യാസ്ലിംഗ് ചെയ്ത കിങ്ങിനെ എങ്ങനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ക്യാസ്ലിംഗ് ചെയ്ത് സുരക്ഷിതമാക്കിയതിന് ശേഷം കിങ് സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകാതെ കിങ്ങിന് സുരക്ഷിതത്വം നൽകേണ്ട പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ആക്രമണങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അബദ്ധങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബിഷപ്പ് H7 ബിഷപ്പ് ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുമ്പോൾ കിങ് H8 എന്ന ഒരു നീക്കം മാത്രമാണ് ബ്ലാക്കിന് ഇന്ന് നടത്തുവാൻ സാധിക്കുന്നത്. കിങ് H8. ഇപ്പോൾ വൈറ്റിൻ്റെ മൈനർ പീസുകളും ക്യൂനും H5 ഇരിക്കുന്ന റൂക്കും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് G8 ബിഷപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റ് ശ്രമിക്കുന്നു. പോൺ G6. എന്നാൽ കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോൺ ഉപയോഗിച്ച് ക്യൂൻ H7 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റിൻ്റെ രണ്ട് നൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് F7 G6 H7 എന്നീ സ്ക്വയറുകൾ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് ടേക്സ് F7. ബിഷപ്പ് ഉപയോഗിച്ച് F7 പോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് G6 പോണിൻ്റെ സംരക്ഷണം പൂർണ്ണമായും വൈറ്റ് നഷ്ടപ്പെടുത്തുന്നു. H ടേക്സ് G5. പോൺ ഉപയോഗിച്ച് G5 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. പോൺ ഉപയോഗിച്ച് G5 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ വൈറ്റിന് വലിയ ഒരു മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. കാരണം H5 ഒരു സെമി ഓപ്പൺ ഫയലായി മാറുന്നു. H5 പോൺ ഉപയോഗിച്ചുകൊണ്ട് G5 പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ H5 ഓപ്പൺ ഫയലായി മാറുകയും റൂക്ക് ഉപയോഗിച്ച് H5 ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ക്യൂൻ ടേക്സ് G6. ബ്ലാക്കിന് ഡിഫെൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് ടേക്സ് F7. നൈറ്റ് ടേക്സ് F7 പ്ലസ് ക്യൂൻ ടേക്സ് F7. ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഒരു ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി നീക്കങ്ങൾ നടത്തുവാൻ ബ്ലാക്ക് ശ്രമിക്കുന്നു. ക്യൂൻ ടേക്സ് F7. ക്യൂൻ ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് G7. നൈറ്റ് H5 മറ്റൊരു സ്ക്വയറിലേക്ക് മാറുമ്പോൾ H ടേക്സ് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. H ടേക്സ് G5 പ്ലസ് നൈറ്റ് H5. ബ്ലാക്കിന് മറ്റു നീക്കങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതുകൊണ്ടാണ് NH5 എന്ന നീക്കം നടത്തുന്നത്. റൂക്ക് ടേക്സ് H5 ചെക്ക് മേറ്റ്. മിഡിൽ ഗെയിമിൽ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. നമുക്കിനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പൊസിഷൻ നോക്കാം. ആദ്യം നമുക്ക് ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ വൈറ്റ് ക്യാസ്ലിംഗ് ചെയ്യുന്നതിന് പോലും പ്രാധാന്യം നൽകാതെ മൈനർ പീസുകളും റൂക്കും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനു പ്രധാനപ്പെട്ട കാരണം ബ്ലാക്ക് ക്യാസ്ലിംഗ് ചെയ്തു എന്നിരുന്നാൽ പോലും മൈനർ പീസുകളെല്ലാം ക്യൂൻ സൈഡിൽ കിങ്ങിന് പ്രൊട്ടക്ഷൻ നൽകുവാൻ സാധിക്കാത്ത രീതിയിൽ
നീക്കം നടത്തി എന്നുള്ളതാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ബ്ലാക്ക് ചെയ്യേണ്ടത് എല്ലാ പീസുകളെയും പരസ്പരം ക്യാപ്ചർ ചെയ്തുകൊണ്ട് പൊസിഷൻ ഈക്വലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ വൈറ്റ് ലോങ് റേഞ്ച് ബിഷപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ബിഷപ്പ് G5, ബിഷപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് H5 ഓപ്പൺ ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ക്യൂൻ E6 എന്നൊരു നീക്കം നടത്തുകയാണെങ്കിൽ D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിലൂടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെ സ്വന്തമാക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. അതുകൊണ്ട് പോൺ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. H takes G5, ഓപ്പണിങ്ങിൽ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുവാൻ നിർബന്ധിതമാവുകയാണെങ്കിൽ പിന്നീട് ആ ക്യൂനിനെ സേഫായി തിരിച്ചു നീക്കം നടത്തിയില്ല എങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ മൈനർ പീസ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുകയും അത് ഒരു ചെക്ക് മേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ക്യൂൺ ട്രാപ്പിലേക്കോ എത്തിക്കുവാൻ ഓപ്പോണൻറ്റിന് സാധിക്കും. H takes G5, പോൺ ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ H5 ഓപ്പൺ ചെയ്തുകൊണ്ട് കിങ് സൈഡിലേക്ക് റൂക്ക് ഉപയോഗിച്ച് ഒരു ആക്രമണം ഉണ്ടാക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് ടേക്സ് D4, നൈറ്റ് ഉപയോഗിച്ച് D4-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് H7 ചെക്ക്, പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ബിഷപ്പ് ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുന്നു. കിങ് H8, ബ്ലാക്കിൻ്റെ കിങ്ങിന് H8 എന്നൊരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. ബിഷപ്പ് G8 ചെക്ക്, ബിഷപ്പ് G8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൻ H6, ക്യൂൻ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് ടേക്സ് H6 പ്ലസ്, വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ സാധിക്കുന്നു. G takes H6, ക്യൂൻ H7 ചെക്ക് മേറ്റ്. നമുക്ക് ഏതാനും ചില പൊസിഷൻ കൂടി മനസ്സിലാക്കിക്കൊണ്ട് മിഡിൽ ഗെയിമിൽ ബിഷപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കിങ് സൈഡിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ബിഷപ്പ് ഉപയോഗിച്ച് ക്യാസ്ലിംഗ് ചെയ്ത കിങ്ങിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന മറ്റൊരു പൊസിഷൻ മനസ്സിലാക്കാം. ബിഷപ്പ് H6. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ ക്യൂൻ ഉപയോഗിച്ച് H6-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്ത് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് H8, ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം BH8 എന്ന നീക്കം നടത്തിക്കൊണ്ട് G7 എന്ന സ്ക്വയർ നിയന്ത്രിക്കുന്നു. ബിഷപ്പ് F8, ബിഷപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ക്യൂനിനെ H6-ൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. നൈറ്റ് ടേക്സ് B3 പ്ലസ്, നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് F7-ൽ ഇരിക്കുന്ന പോണിനെ പിന്നിങ്ങിൽ നിന്ന് സംരക്ഷിക്കുന്നു. A takes B3, പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു.
റൂക്ക് ടേക്സ് F8. ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ച് H8 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുകയും കിങ് ടേക്സ് H8 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ക്യൂൻ H6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകി ക്യൂൻ G7 എന്ന ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ നിന്നും ബ്ലാക്കിൻ്റെ കിങ്ങിനെ ഒരു കാരണവശാലും ബ്ലാക്കിനെ സംരക്ഷിക്കുവാൻ സാധിക്കില്ല. നമുക്ക് തുടർന്നുള്ള നീക്കങ്ങൾ നോക്കാം. വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് ടേക്സ് H8 ചെക്ക്. കിങ് ടേക്സ് H8. കിങ് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ H6 ചെക്ക്. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്താൽ റൂക്ക് H1 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കിങ് G8. ഇപ്പോൾ റൂക്ക് H1 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് H5 ബ്ലോക്ക് ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. അതുകൊണ്ട് ഈ പൊസിഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ വളരെ ശക്തമായി ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് D5. ഈ ഒരു പൊസിഷനിൽ ക്യൂനിനെയും E7-ലിരിക്കുന്ന പോണിനെയും F6-ലിരിക്കുന്ന നൈറ്റിനെയും ആക്രമിക്കുവാൻ നൈറ്റ് D5 എന്ന നീക്കത്തോടെ വൈറ്റിന് സാധിക്കും. വൈറ്റിൻ്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് F6-ലിരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ചെക്ക് നൽകുകയും പിന്നീട് റൂക്ക് H1 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. നൈറ്റ് ടേക്സ് D5. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇനി നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് H5 ബ്ലോക്ക് ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കില്ല. റൂക്ക് H1. ക്യൂൻ H8 എന്ന നീക്കം നടത്തിക്കൊണ്ട് നിഷ്പ്രയാസം ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് H3. ബിഷപ്പ് ഉപയോഗിച്ച് റൂക്കിൻ്റെ ഫയൽ ബ്ലോക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു. റൂക്ക് ടേക്സ് H3. ക്യൂൻ ടേക്സ് C2. ബ്ലാക്ക് 100% തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഇതുപോലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നൈറ്റ് ടേക്സ് C2. നൈറ്റ് F6. നൈറ്റ് F6 എന്ന നീക്കം നടത്തുമ്പോൾ H5, H7 എന്നീ സ്ക്വയറുകൾ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നു. എന്നാൽ അടുത്ത നീക്കത്തോടു കൂടി ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. ക്യൂൻ H8 പ്ലസ് ചെക്ക് മേറ്റ്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട പൊസിഷനുമായി വലിയ സാമ്യമുള്ള ഒരു പൊസിഷനാണ് ഇത്. ബിഷപ്പ് F8. ക്യൂൻ H6 എന്ന നീക്കം നടത്തുന്നതിന് വേണ്ടി ബിഷപ്പിനെ ആ ഒരു സ്ക്വയറിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നു. റൂക്ക് ടേക്സ് F8. റൂക്ക് ഉപയോഗിച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ടേക്സ് H8. വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ H8-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് ടേക്സ് H8. ക്യൂൻ H6 ചെക്ക്. കിങ് G8. നൈറ്റ് D5. നൈറ്റ് ഉപയോഗിച്ച് E7-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് C2-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് മൂവ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. നമ്മളൊരു ആക്രമണം ആരംഭിക്കുമ്പോൾ
എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓപ്പോണൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സാധ്യതയ്ക്ക് കൂടി ഡിഫെൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ആക്രമണം ആരംഭിക്കുവാൻ പാടുള്ളൂ. റൂക്ക് ടേക്സ് C2 ചെക്ക്, കിങ് B1, നൈറ്റ് ടേക്സ് D5. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഒഴിവാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. റൂക്ക് H1, റൂക്ക് ടേക്സ് B2 ചെക്ക്, കിങ് A1. കിങ് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ബ്ലാക്കിന് വിജയിക്കുവാൻ സാധിക്കും. റൂക്ക് ടേക്സ് A2 ചെക്ക്, കിങ് ടേക്സ് A2. വൈറ്റിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു. നൈറ്റ് C3 ചെക്ക്, കിങ് A1. നൈറ്റ് C3 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുന്നതിന് പകരം ക്യൂൻ C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോഴും ബ്ലാക്കിന് തുടർന്നൊരു ചെക്ക് നൽകുവാൻ സാധിക്കുന്നില്ല. ക്യൂൻ A5 ചെക്ക്, നൈറ്റ് ടേക്സ് A5, നൈറ്റ് D5, ക്യൂൻ H8 ചെക്ക്മേറ്റ്. ഒരു ഗെയിമിൽ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.